ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു രുചി വെബിൻസു. ഇന്ന് നമുക്ക് ഒരു അൽഫാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്പെഷ്യലായിട്ട് നമുക്ക് അതിനകത്ത് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ചേർക്കാം, എന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു അൽഫാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ചിക്കൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കാലും 2 ഇതുമാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പം ഇത് നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കണം, അത് നോക്കാം. അപ്പം ഇത് നമുക്ക് ആദ്യം ഈ ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇഞ്ചിയൊക്കെ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ, അത് വെച്ച് പെതിയെ, ഒരുപാട് ഇതിലല്ല, പെതിയെ നമുക്ക് ചതച്ചുകൂടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അൽഫാമിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കാം. അതിന് ഇവിടെ ഒരു 4 വറ്റൽമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, ഇതുപോലെ ചെറുതായി 2-4 ഗ്രാം. ഇത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളക്, സവാള ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം, പിന്നെ പുതിനയില ഇട്ട് കൊടുക്കാം, മല്ലിയില ഇട്ട് കൊടുക്കാം. തക്കാളി നമ്മുടെ ആ മസാല ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പും വിനിഗറും തൈരിൻ്റെ ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് കുറച്ച് ഉപ്പ്, ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പിട്ട് കൊടുത്താൽ മതി. മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയായിരുന്നു ഇട്ടിട്ട്. ഇതിപ്പം 1 ടീസ്പൂൺ മതി നമുക്ക് മല്ലിപ്പൊടി. തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ചിക്കൻ ഇതിനകത്തോട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. അതായിട്ട് മസാലയെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചതൊക്കെ 6 മണിക്കൂർ കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ശകലം ഓയിലൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. എണ്ണയൊക്കെ വളരെ കുറവാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം അതിന് ഒരു ചെറിയൊരു മയനൈസും ഒരു ചെറിയ പുതിന ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുബൂസ് കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കുബൂസിനെതിരെ മയനൈസ് നല്ല ഒരുങ്ങിയിരിക്കുകയാണ്, നല്ലതായിട്ട് ഫ്രൈ ആയിരിക്കുകയാണ്. ഇതും കുബൂസും കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചു നോക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.